എന്നാലും എന്തായിരിക്കും അവർ സംസാരിക്കുന്നത്? എന്താണോ എന്തോ. എന്തായാലും റോയ്ച്ചൻ കൊള്ളാം. എത്ര വേഗം അവളെ ട്രാക്കിലാക്കി. ഏയ്, ട്രാക്കിലാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. റോഹിച്ചിനെ കൊണ്ട് എന്തിനു കൊള്ളാം? ഉപദേശമായിരിക്കും. നിനക്ക് നല്ല വിഷമുണ്ടാവും എനിക്കറിയാം. എനിക്കാ? എന്തിന്? അല്ല, അനിയൻ കളിക്കാൻ വിചാരിച്ച ഗ്രൗണ്ടില് ചേട്ടൻ ഗോൾ അടിക്കുമ്പോ ആരും തകർന്നു പോവും. പോടാ അവിടെ നിന്ന്. എനിക്ക് വിഷമമൊന്നുമില്ല. വൈകുന്നേരം 5 മണിക്ക് ശാന്തി വരും. ഞാൻ അതുകൊണ്ട് മാനേജ് ചെയ്തോളാം. ശാന്തി വരണമെങ്കിൽ ഇപ്പൊ വരണം. ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേ ശാന്തി വന്നിട്ട് കാര്യമുള്ളൂ. ശാന്തിയാ? നീ ഏത് ശാന്തിയുടെ കാര്യം പറയുന്നത്? ശാന്തി സമാധാനത്തിന്റെ ശാന്തിയല്ല, എന്റെ ഗേൾ ഫ്രണ്ട് ശാന്തി. എന്തായാലും നിന്റെ കാര്യം പോക്കാം. നേഹ ഇനി നിന്നെ അടുപ്പിക്കത്തില്ല. അവിടെ നിനക്ക് തെറ്റി. റോയ്ച്ചൻ അവളെ വളച്ചാ പിന്നെ സംഗതി എളുപ്പമായി. എന്റെ ചാൻസ് റോയ്ച്ചൻ വാങ്ങിച്ചരും. ഒരു മീഡിയം ബഡ്ജറ്റിൽ ചെറിയൊരു ആഡ് ചെയ്യാൻ എന്ത് റേറ്റ് വരും? റേറ്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. റോയ് നാളെ ഓഫീസിലോട്ട് വരും. എന്റെ കയ്യിലുണ്ട് 2-3 നല്ല നല്ല കോൺസെപ്റ്റ്സ് ഉണ്ട്. നമുക്ക് അതിന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. എന്താ? ഇഷ്ടപ്പെട്ട തന്നെ കിട്ടണം. കിട്ടും. റോയ്ച്ചിന് ഇഷ്ടപ്പെട്ടത് തന്നെ കിട്ടും. എന്താ നേഹ വിളിച്ചത്? സോറി, അറിയാതെ. അയ്യോ, ഒരു കുഴപ്പമില്ല. വിളിച്ചോ, ഇനി വിളിച്ചോ. അല്ല, റോഹിച്ച എന്നെ വിളിച്ചായിരുന്ന? എന്താടാ തെണ്ടി, ഇവളെ വളച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നീ എന്താടാ എന്നെ കുറിച്ച് കരുതിയത്? ഫ്ലേട്ടിൽ നിനക്കൊക്കെ മാത്രം സൈസാവുന്ന പണിയാന്നോ? തെറ്റിപ്പോയി മോനെ. എന്റെ റോഹിച്ച, തനിക്ക് നാണമില്ലടോ കണ്ട പെൺപിള്ളേരെ വളയ്ക്കാൻ? കഷ്ടപ്പെട്ട് ഓവർ ടൈമും ഹാർഡ് വർക്കും ചെയ്ത് ഒരു ലൈൻ വലിച്ചുകൊണ്ട് വരുമ്പോ അതിനിടയിൽ കയറി എന്തിനാ റോഹിച്ച അവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്? എക്സ്ക്യൂസ് മീ. യെസ് നേഹ. ഇതാരാ? ഇത് ഇവൻ പിന്നെ എന്റെ അനിയനാ. ബ്രദർ. അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പൊ ഇതോ? ഓ, ഇതും വന്നോ? ഇവൻ പിന്നെ ഞങ്ങളുടെ പ്രത്യേകിച്ച് പോസ്റ്റ് ഒന്നുമില്ല. ഇവൻ പിന്നെ എന്റെ ആരുമല്ല. നീ കരയല്ലടാ. നേഹ, ഇതും എൻ്റെ ഒരു അനിയനാണ്. ആളൊരു കലാകാരനാണ്. സിനിമയില് ചാൻസ് ചോദിച്ചിടകളാണ് പ്രധാന പണി. എനിക്കറിയാം, എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഓഹോ, ഇപ്പൊ ഉറപ്പിച്ചാണല്ലോ. ആളൊരു പാവോ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കണം. തീർച്ചയായും. അപ്പൊ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്നോട് മാത്രമായിട്ടൊരു പടക്കം വേണോ? ഇറ്റ്സ് ഓക്കേ ടോണി, ജസ്റ്റ് ലീവ് ഇറ്റ്. അപ്പൊ നേഹ, നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ? തീർച്ചയായും. താങ്ക് യു സോ മച്ച്. എനിക്കൊരൊറ്റ കണ്ടീഷനുള്ളൂ. കൺസെപ്റ്റ് വരുമ്പോ ഇവനെയും കൂടി മോഡലായിട്ട് ഉൾപ്പെടുത്തണം. അത്രേ ഉള്ളൂ. ഓ ഷുവർ. നിന്റെ അഭിനയ ജീവിതത്തിന് ഇതൊരു തുടക്കമാട്ടെ. എടാ ടോണി, എനിക്കിപ്പോ നിന്നോട് അസൂയ തോന്നുന്നേ. ഇതുപോലൊരു ഏട്ടനെ ഞങ്ങൾക്കാർക്കും ദൈവം തന്നില്ലല്ലോടാ. എടാ, ദൈവത്തിന് ചിലപ്പോ മാത്രം പറ്റുന്നൊരു അബദ്ധാടാ. ഒന്നുകൂടി. എന്താ സർപ്രൈസ്? അത് വേണ്ട, നിങ്ങൾ ആദ്യം പറ. ലേഡീസ് ഫസ്റ്റ് ആണല്ലോ. അതാ പറഞ്ഞ നിങ്ങൾ പറയുന്നത്. വേണ്ട, നിങ്ങൾ പറ. എന്താ വേണ്ടി? നമുക്കും പറയണ്ട. എന്നാ ശരി. ആരും ആരോടൊന്നും പറയുന്നില്ല. എടാ ടോണി, കോഫി ഷോപ്പിൽ നമ്മൾ പരസ്യം ചെയ്യുന്ന കാര്യം, ഞാൻ അതിൽ അഭിനയിക്കുന്ന കാര്യം ഷൂട്ടിങ്ങിനൊന്നും പറഞ്ഞാൽ മതിയല്ലോ. ഇത് നേരത്തെ പറഞ്ഞു തൊലച്ചു. മണ്ടൻ ഞാൻ തന്നെ. ഇതാണ് ഞങ്ങളുടെ സർപ്രൈസ്. ഇനി പറ, എന്താ നിങ്ങളുടെ സർപ്രൈസ്? പാറു ഇന്ന് മീൻകറി ഉണ്ടാക്കുന്നു. എന്താടിയന്മാര് പോകുന്നു? നിന്റെ മീൻകറിയുടെ എഫക്ട് പേടിച്ചിട്ടായിരിക്കും.